ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് ചൈനയെ സുഖിപ്പിക്കാൻ വേണ്ടി, ചൈനയുടെ കാല് പിടിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ബംഗ്ലാദേശിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. വി ആർ ദ ഓൺലി ഗാർഡിയൻ ഓഫ് ഓഷൻ എന്നൊരു സ്റ്റേറ്റ്മെന്റ്. അതായത് ബംഗാൾ ഉൾക്കടലിന്റെ ഗാർഡിയൻ ഞങ്ങൾ മാത്രമാണ് എന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം നടത്തിയത്. അതിന്റെ പശ്ചാത്തലം വിശദീകരിച്ച് ഞാൻ പറയാം. അപ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും. പക്ഷെ അതിന് ദ്വയാർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഈ വിഷയത്തിലുണ്ട്. 4 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് ഈ മുഹമ്മദ് യൂനുസ് ചൈനയിൽ പോകുന്നത്. ചൈനയിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ചൈനയെ ഞങ്ങൾ നമ്മുടെ അടുത്ത സുഹൃത്തായിട്ടാണ് കാണുന്നത്. ബംഗ്ലാദേശിന്റെ സമുദ്രത്തെ അഭിമുഖീകരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൈനീസ് എക്കണോമിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശ് നമുക്കറിയാമല്ലോ, ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാളിനോട് ചേർന്നാണ് ബംഗ്ലാദേശ് സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിൽ അവർക്ക് സമുദ്രത്തിൽ ഒരുപാട് പ്രദേശങ്ങൾ അവരുടേതായിട്ടുണ്ട്. അതങ്ങ് ചിറ്റഗോങ് വരെ നീണ്ടു കിടക്കുന്നുണ്ട്. ചിറ്റഗോങ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അരാക്കൻ ആർമിയുടെ നിയന്ത്രണത്തിലുള്ള മ്യാൻമാറിന്റെ ഭാഗമായിട്ടുള്ള റഖൈൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇന്ത്യയുടെ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ബംഗാൾ ഉൾക്കടലുമായിട്ട് ചേർന്നുള്ള ഒരു അതിർത്തിയില്ല. അപ്പൊ ഇവിടെ വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് മുഹമ്മദ് യൂനിസ് നടത്തിയത് എന്നത് ഞാൻ പറയാം. കാരണം ചൈനയെ എങ്ങനെയെങ്കിലും ഈ ഭാഗത്തേക്ക് കൊണ്ടുവരണം. ഈ പ്രദേശത്ത് എങ്ങനെയെങ്കിലും ചൈന ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ പിന്നെ ഇന്ത്യ ഈ പ്രദേശം ഭാവിയിൽ പിടിച്ചെടുക്കാനുള്ള സാധ്യത കുറയുമെന്ന് ഇവർ കണക്കൂട്ടുന്നുണ്ട്. ഇപ്പൊ നാളെ ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും ഒരു യുദ്ധം ഉണ്ടായാൽ പോലും ഈ പ്രദേശത്തിലേക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കം ചിലപ്പോ തടയാൻ സാധിക്കുമെന്നാണ് ഇവർ കണക്കൂട്ടുന്നത്. എന്ന് വെച്ചാൽ ചൈന ഇവിടെ വന്ന് വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ ചൈന സ്വാഭാവികമായിട്ടും അവരുടെ ഒരു നേവി ബേസും കൂടെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും. അവരുടെ മിലിറ്ററിക്ക് ഇവിടെ സ്വാഭാവികമായിട്ടൊരു സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ അവിടേക്ക് ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ചൈന കൂടി യുദ്ധത്തിൽ ഇടപെടുകയും തങ്ങളെ സഹായിക്കുകയും ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ മുഹമ്മദ് യൂനിസിനുണ്ട്. അതുകൊണ്ടാണ് ബംഗാൾ ഉൾക്കടലിന് അഭിമുഖമായിട്ടുള്ള പ്രദേശങ്ങൾ ചൈനയ്ക്ക് നേരിട്ട് വന്ന് അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി നിങ്ങളുടെ, അതായത് ചൈനീസ് എക്കണോമിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയ്ക്ക്, അതായത് ചൈനയുടെ ഭാഗം എന്നതുപോലെ നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ ബംഗാൾ ഉൾക്കടലുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ ഉപയോഗിക്കാം എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഈ മുഹമ്മദ് യൂനിസ് പറഞ്ഞ ഇങ്ങനെയാണ്: 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഈസ്റ്റ് പാർട്ടിലുള്ള സ്റ്റേറ്റുകൾക്ക് ബംഗാൾ ഉൾക്കടലുമായിട്ട് കണക്ഷൻ ഇല്ല. അത് പൂർണ്ണമായിട്ടും ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള പ്രദേശമാണ്. അവർക്ക് സമുദ്രത്തിലേക്ക് വരാനായിട്ട് കഴിയില്ല. അപ്പോൾ ഞങ്ങളാണ് ഈ പ്രദേശത്തെ, റീജിയൺ എന്ന് പറയുന്നുണ്ട്, ഞങ്ങളാണ് ഈ ഒരു പ്രദേശത്തെ സമുദ്രത്തിന്റെ ഗാർഡിയൻസ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പോസിബിലിറ്റീസ് ഇത് തുറന്നിടുകയാണ്. ചൈനീസ് എക്കണോമിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രദേശത്തെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇവിടെ പ്രൊഡക്ഷൻ നടത്താം, മാർക്കറ്റ് ഉപയോഗിക്കാം, ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ തിരിച്ച് ചൈനയിലേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് ബാക്കി ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കയറ്റുമതി ചെയ്യാം. കൂട്ടത്തിൽ ഒന്നും കൂടെ യൂനിസ് പറഞ്ഞു, ഇപ്പൊ ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ ചിലവ് കുറച്ച് ഞങ്ങളുടെ രാജ്യത്ത് ഉൽപാദനം നടത്താൻ കഴിയും, കാരണം ഇവിടെ സാലറി വളരെ കുറവാണ് എന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സാഹചര്യം കൂടെ പരിശോധിക്കാം. ഈ ചൈന പാകിസ്ഥാന്റെ വാക്ക് കേട്ടും കൊണ്ടാണ് വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പാക് അധീന കാശ്മീരിൽ നടത്തിയത്. ചൈനയെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അനധികൃതമായിട്ട് കൈവശമിരുന്ന പാക് അധീന കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാൻ ആദ്യം ചൈനയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. അതിനുശേഷം ഈ അടുത്ത കാലത്തായി ഉണ്ടായ ഒരു പുരോഗതിയാണ്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനും ചൈനയും ചേർന്നുകൊണ്ട് ചൈന പാക് എക്കണോമിക് കോറിഡോർ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. ഇത് പാകിസ്ഥാന്റെ ഗ്വാദർ തുറമുഖത്തെയും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സാമ്പത്തിക ഇടനാഴിയാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പാകിസ്ഥാൻ അവരുടെ ആ തുറമുഖം പൂർണ്ണമായിട്ട് അതിന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ചൈനയ്ക്ക് അങ്ങ് കൊടുത്തു. ഇതിന്റെ കാരണം ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ കടന്നു പോകുന്നത് ഈ പാക് അധീന കാശ്മീരിന്റെ ഭാഗമായിട്ടുള്ള ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലൂടെയാണ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും വൻതോതിൽ അവിടെ ചൈന ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അപ്പൊ ഇന്ത്യ ഇത് പിടിച്ചെടുക്കുമെന്നുള്ള ഒരു ഭയം വന്ന സമയത്താണ് പാകിസ്ഥാൻ അവിടെ ഒരു തേർഡ് പാർട്ടിയെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചത്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ തുടക്കത്തിൽ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരുന്നു. ചൈന ബില്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുന്നു, വലിയ റോഡുകൾ, പാലങ്ങൾ, നിർമ്മിതികളൊക്കെ വരുന്നു. പക്ഷെ പടിപ്പടിയായിട്ട് കാര്യങ്ങൾ പിന്നെ മോശമാകാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവിടെ നിന്ന് തന്നെ ഈ ഒരു പ്രോജക്റ്റിന് എതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങി. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ പാകിസ്ഥാനും ചൈനയ്ക്കും കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ല. പടിപ്പടിയായിട്ട് അവർക്ക് മനസ്സിലായി ഇതിന്റെ പുറകിൽ ഇന്ത്യക്ക് പങ്കുണ്ട്.
പാക് അധീന കാശ്മീരിൽ നിന്ന് തന്നെ പാകിസ്ഥാനും ചൈനയ്ക്കും എതിരായിട്ട് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്ന് നിസ്സംശയം പറയാൻ പറ്റും. ഇന്ത്യയുടെ ഏജൻസികളുടെ സ്ട്രെങ്ത് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്നിപ്പോ എന്താ സംഭവം എന്നറിയോ? ഈ പ്രോജക്റ്റ് നടത്താൻ പറ്റുന്നില്ല. പാക് അധീന കാശ്മീരി മാത്രമല്ല, ബലൂചിസ്ഥാനിലോ സിന്ധിലോ പോലും ഈ പരിപാടി നടത്താൻ പറ്റുന്നില്ല. ഇപ്പോ ഏതാണ്ട് നടക്കാത്ത അവസ്ഥയിലായി കിടക്കുകയാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബില്യൺ കണക്കിന് ചൈനയുടെ പൈസ അവതാളത്തിലായിരിക്കുന്നു. ചരക്ക് നീക്കം നടക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾ എന്ന് തീർന്നിട്ട് ഇവർ അതുവഴി ചരക്ക് കൊണ്ടുവരും? ഇപ്പോ ഒരു വശത്ത് തെഹ്രീക്ക് താലിബാന്റെ പ്രശ്നം, മറുവശത്ത് ബലൂച്ച് ലിബറേഷൻ ആർമി. ഇതിനൊക്കെ പുറമെയാണ് ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം. ചൈനീസ് ഫെസിലിറ്റീസ് ആക്രമിക്കപ്പെടുന്നു, ചൈനീസ് പൗരന്മാരെ കൊല ചെയ്യപ്പെടുന്നു, ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായിട്ട് അവർ ചെയ്തിട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളും ആക്രമിക്കപ്പെടുന്നു. ഈ പദ്ധതിയെ അവിടെ തുടരാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ചൈന ഏറെക്കുറെ പെട്ടുകിടക്കുകയാണ്. അങ്ങനെ ആകെ പെട്ടുകിടക്കുമ്പോഴാണ് ഇപ്പൊ മുഹമ്മദ് യൂനിസ് പോയിട്ട് ചൈനയെ ബംഗാൾ ഉൾക്കടലിന്റെ തീരങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നത്. ഇത് ചൈന സ്വീകരിക്കുമോ എന്നത് കണ്ടറിയാം. ചൈന സമ്മതിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താനൊക്കെ. പക്ഷേ ഈ ബംഗാൾ ഉൾക്കടലിന്റെ തീരങ്ങളിൽ നിങ്ങളുടെ എക്കണോമി എക്സ്റ്റെൻഡ് ചെയ്യൂ എന്ന് പറയുന്നതിനോട് ചൈന എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് ചാടിക്കേറി ചൈന പുറപ്പെടില്ല. ഒന്നാമത്തെ കാര്യം, ബംഗ്ലാദേശിൽ ഒട്ടാകെ ഇന്ത്യക്ക് സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ബംഗ്ലാദേശിൽ ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. മൂന്നാമത്തെ കാര്യം, ബംഗ്ലാദേശിലെ ഭരണകൂടങ്ങൾ മാറുക തന്നെ ചെയ്യും. ഒരു കാലത്തും ഈ പറയുന്ന പോലെ മുഹമ്മദ് യൂനിസിന് മാത്രം ഭരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധര് മാത്രമായിരിക്കില്ല അവിടെ അധികാരത്തിൽ വരുന്നത്. ഇന്ത്യ ലോകത്ത് ഏറ്റവും ആക്റ്റീവായിട്ട് ഇടപെടാൻ സാധ്യതയുള്ള ഒരു ഫോറിൻ കൺട്രിയാണ് ബംഗ്ലാദേശ്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് പാകിസ്ഥാനും ചൈനയും ഒക്കെ ആണെന്ന്, ഒരിക്കലുമല്ല. കാരണം ബംഗ്ലാദേശിന് ഇന്ത്യക്ക് അത്രയും സ്വാധീനം ഓൾറെഡി ഉണ്ട്. അത് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ബംഗ്ലാദേശിനെ ഇന്ത്യക്ക് നിയന്ത്രിച്ച് നിർത്തേണ്ടത് ആവശ്യമാണ്. നേപ്പാളോ ശ്രീലങ്കയോ ഭൂട്ടാനോ നമ്മുടെ അടുത്ത് നിന്ന് അകന്നു പോയാലും പ്രശ്നമില്ല. ബംഗ്ലാദേശ് പോയാൽ അത് നമുക്ക് തലവേദനയാണ്. അതുകൊണ്ട് ഇന്ത്യ, ഞാൻ വിചാരിക്കുന്നത്, ഏറ്റവും ആക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരു സ്ഥലം ബംഗ്ലാദേശ് ആയിരിക്കും. അവിടെ കൊണ്ടുവന്ന് ചൈന ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ ഇപ്പോ പാക് അധീന കാശ്മീരിൽ നടത്തിയ അവസ്ഥയായിരിക്കും എന്നുള്ളത് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഒരുവിധം മെച്ചപ്പെട്ടു പോകുന്ന ഒരു സമയത്ത് ഈ ഘട്ടത്തിൽ ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്തിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചൈന ആഗ്രഹിക്കില്ല. ചൈന ഉറപ്പായിട്ടും ബംഗ്ലാദേശിൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തും. പക്ഷേ മുഹമ്മദ് യൂനിസ് പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇനി മറ്റൊരു കാര്യം, ഞങ്ങളാണ് ഈ പ്രദേശത്തിന്റെ ഗാർഡിയൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. സത്യത്തിൽ മുഹമ്മദ് യൂനിസ് അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു മരക്കൊമ്പ് മുറിക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയെ വളരെയധികം അത് പ്രൊവോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. മുഹമ്മദ് യൂനിസ് എടുത്തു പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡ് ആണെന്ന്. അതായത് ചൈനയെ പ്രലോഭിപ്പിക്കുകയാണ്, ഇവിടെ വന്ന് സെറ്റിൽ ആയിക്കോളൂ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കണമെങ്കിൽ ഈ സ്ഥലവും വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം മറുഭാഗത്ത് അവർക്ക് വരാൻ അരുണാചൽ പ്രദേശുമായിട്ട് അതിർത്തിയുണ്ട്, സിക്കിമുമായിട്ട് ചൈനയ്ക്ക് അതിർത്തിയുണ്ട്. അപ്പൊ അതുവഴി വരാമല്ലോ. ഈ ചിക്കൻ നെക്ക് കോറിഡോർ എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണല്ലോ ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം നേപ്പാളിനും ഈ ബംഗ്ലാദേശിനും ഇടയിൽ ഒരു ചെറിയ ഒരു വഴി പോലെയാണ്, ഏതാണ്ട് 19-20 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു കോറിഡോറാണ് ചിക്കൻ നെക്ക് കോറിഡോർ അല്ലെങ്കിൽ സിലിഗുരി കോറിഡോർ. അപ്പൊ ഈ കോറിഡോറിന്റെ തൊട്ടടുത്തായിട്ട് ഭൂട്ടാന്റെയും സിക്കിമിന്റെയും ഇടയിലായിട്ട് വരെ ചൈനയ്ക്ക് ഒരു അതിർത്തി വന്ന് നിൽപ്പുണ്ട്. ഇതിനിടയിലായിട്ടാണ് ചൈന വന്ന് നിൽക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ചൈനയ്ക്ക് ചിക്കൻ നെക്ക് കോറിഡോറിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കയറാം. കൂട്ടത്തിൽ ബംഗ്ലാദേശിൽ നിങ്ങൾക്കൊരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഈ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളെ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തടയാം. അപ്പൊ നൈസായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതങ്ങ് പിടിച്ചെടുക്കാം. ഏത് ഇവന്മാരുടെ കാഞ്ഞ ബുദ്ധി പോകുന്ന വഴിയുണ്ടോ? ഇങ്ങനെ ചൈനയെ പ്രലോഭിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവരിത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്ന ഇന്ത്യ ഇതിന്റെ അപ്പുറം ഇതിനോടകം പ്ലാൻ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ഒരു കളി നടക്കില്ല, ഉറച്ചു വിശ്വസിക്കൂ. കാരണം ഇന്ന് പാകിസ്ഥാൻ ചൈന എക്കണോമിക് കോറിഡോർ യാഥാർത്ഥ്യമാകാത്തതങ്ങ് ചുമ്മാ ആകാത്തതല്ല. ഇപ്പൊ എവിടെ നിന്നാണ് ബലൂച്ച് ആർമിക്ക് ഇത്രയും എനർജി വന്നത്? എവിടെ നിന്നാണ് തെഹ്രീക്ക് താലിബാൻ ഇത്രയും ധൈര്യം വന്നത്? എവിടെ നിന്നാണ് അഫ്ഗാനിസ്ഥാൻ ഇത്രയും ധൈര്യം വന്നത്? എവിടെ നിന്നാണ് അരാക്കൻ ആർമിക്ക് ഇത്രയും ധൈര്യം വന്നത്? ഇതങ്ങനെ ചുമ്മാ വന്നതല്ല. ഇന്ത്യൻ ഏജൻസികൾ ഇവിടെ ചൊറിയും കുത്തി ഇരിക്കുകയല്ല, അവര് നല്ല പണിയെടുക്കുന്നുണ്ട്. മുഹമ്മദ് യൂനിസ് വൈകാതെ അത് മനസ്സിലാക്കും. മാത്രമല്ല ഇത് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് യൂനിസ് പറഞ്ഞല്ലേ എന്നും പറഞ്ഞ് ചാടി ഇറങ്ങി വന്നിട്ട് ചൈന തലവെച്ച് കൊടുക്കാൻ പോകുന്നില്ല. പക്ഷേ മുഹമ്മദ് യൂനിസിന്റെ മനസ്സിലിരിപ്പ് ഇതിന് മുമ്പേ തന്നെ ഇന്ത്യ മനസ്സിലാക്കിയിട്ടുണ്ടാകും, അതിനുള്ള പണിയും തുടങ്ങിയിട്ടുണ്ടാവും.
എന്തായാലും ഈ പറഞ്ഞ റീജിയണിലെ ആധിപത്യമുണ്ടല്ലോ അത് വൈകാതെ അവസാനിക്കാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.